കിലുകിലുക്കും കിക്കിലുക്കും ഉത്തരത്തിൽ ചത്തിരിക്കും. വാക്കുകളുടെ വക്കുകളിൽ ചിറകമുളയ്ക്കുന്നതിന് മുൻപേ മലയാളിയുടെ മനസ്സിൽ കുടിയേറുന്ന കടങ്കഥ. ഈ കടങ്കഥയുടെ പദപാളികളിലൂടെ ജീവിതവും മരണവും ഒരുപോലെ എത്തി നോക്കുന്നില്ലേ? കിലുങ്ങുന്ന ജീവിതത്തിന്റെ കിലുങ്ങാത്ത ഒടുക്കമത്രേ മരണം. ആ ഒടുക്കം സ്വയം ഒരുക്കാമെന്ന് കിലുങ്ങിക്കഴിയേണ്ട മനുഷ്യർ തീരുമാനിക്കുന്നത് എന്തുകൊണ്ട്? ഒരു മുഴം കയറിൽ തൂങ്ങിയാടുന്ന ഒരു സ്വപ്നം, കടലെടുക്കുന്ന ഒരു പ്രണയം, കാലത്തിന്റെ തീവണ്ടി കയറിയിറങ്ങുന്ന ഒരു ആഗ്രഹം, വിഷത്തിൽ അലിഞ്ഞില്ലാതാകുന്ന ഒരു മുഖം.
കിലുങ്ങിയും കിലുക്കിയും ഒന്നിച്ചു കഴിയേണ്ട മനുഷ്യർക്കിടയിൽ എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു? ഉറുമ്പ് തൂങ്ങി മരിക്കാറുണ്ടോ? ആന ആത്മഹത്യ ചെയ്യാറുണ്ടോ? പാമ്പ് വിഷം കഴിക്കാറുണ്ടോ? പിന്നെ എന്തുകൊണ്ട് മനുഷ്യൻ? മനസ്സ് എന്നാണ് ഉത്തരമെങ്കിൽ അത് കോടിപ്പോയത് കൊണ്ടാണോ? എങ്കിൽ എങ്ങനെ കോടിപ്പോയി? ആ കോട്ടത്തിന് ആരാണ് ഉത്തരവാദി? ഒരു ഉത്തരമേ ഉള്ളൂ ഈ ചോദ്യങ്ങൾക്ക്. ഒരേ ഒരു ഉത്തരം: പിഴ. നമ്മുടെ പിഴ, നമ്മുടെ മാത്രം പിഴ, നമ്മുടെ മാത്രം വലിയ പിഴ. മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക. മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക. സമരം വിദ്യാർത്ഥി സമരം തോറ്റിട്ടില്ല. വിദ്യാഭ്യാസ കച്ചവടം അവസാനിപ്പിക്കുക. അനാമികയുടെ കാലകളെ അറസ്റ്റ് ചെയ്യുക. അനാമികയുടെ കാലകളെ അറസ്റ്റ് ചെയ്യുക. സിന്ദാബാദ് സിന്ദാബാദ്. വിദ്യാർത്ഥി സിന്ദാബാദ്. കന്യാമറിയം സ്വാശ്രയ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനി അനാമികയുടെ ആത്മഹത്യയെ തുടർന്ന് സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ വിദ്യാർത്ഥികൾ പ്രഖ്യാപിച്ച സമരം അക്രമാസക്തമായി. നിയമസഭാ മന്ദിരം പിക്കറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് കണ്ണീർവാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. ലാത്തിചാർജിൽ സംസ്ഥാന ജില്ലാ ഭാരവാഹികളടക്കം നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. കല്ലേറിൽ SI ഉൾപ്പെടെ 5ഓളം പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഒരു പോലീസ് ജീപ്പ് ഉൾപ്പെടെ 3 സർക്കാർ വാഹനങ്ങൾ വിദ്യാർത്ഥികൾ കത്തിച്ചു. കന്യാമറിയം മെഡിക്കൽ കോളേജ് മാനേജ്മെന്റിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുന്നതിന് പകരം ഗവൺമെന്റ് സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി. നിയമവാഴ്ച തകർക്കാൻ വിദ്യാർത്ഥികളെ എന്നല്ല ആരെയും അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി സഭയിൽ പ്രസ്താവിച്ചു. ഇളമക്കരയെന്ന് ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. ഇങ്ങ് എത്തിയോന്ന് ചോദിച്ചു. അതൊക്കെ ഈ ലാസർ എടുത്തോളാം കുഞ്ഞെ. ഇന്ദു, പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങണേ. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. നിന്നെ യൂണിവേഴ്സിറ്റി കൊണ്ടുപോയി ഗൈഡിനെ ഏൽപ്പിച്ച് എനിക്ക് ഓഫീസിൽ പോകാനുള്ളതാണ്. ഇന്നും കൂടെ ലീവ് എടുത്തോടെ. വരുന്ന വഴിക്ക് തന്നെ കണ്ടില്ലേ, സമരം, പോലീസ് ആക്ഷൻ, മാങ്ങാത്തുലി. കഴിഞ്ഞ ആഴ്ച 2 ദിവസം ലീവ് എടുക്കാൻ ഒരു ലെറ്റർ കൊടുത്തപ്പോ കളക്ടർ ഒരു നോട്ടം നോക്കി. A grim face. An IAS officer on probation. ജയിൽ പുള്ളിക്ക് സമമാണ്. ചെല്ലു ചെല്ലു. Hurry up, Bindu. It's 10:30 now. ഞാൻ ഇറങ്ങിയിട്ടോ. അനൂപ് എന്ന പേര് മാറ്റി ആന ബോരനാക്കണം. കുളിക്കാനും സമ്മതിക്കില്ല. ഹലോ, ജോലിയിലെന്ന പോലെ പ്രേമത്തിലും പ്രൊബേഷണർ ആണെന്നുള്ള കാര്യം മറക്കണ്ട. എന്റെ റിസർച്ചും കൂടി കഴിഞ്ഞിട്ട് മതി കല്യാണം. അതുവരെ ലക്ഷ്മണനിലേക്ക് പുറത്തു നിന്നുള്ള കളി മതി കുട്ടാ. എ പ്രൊബേഷണർ ഈസ് ഓൾവേസ് എ പ്രിസണർ. പോയി കാർ ഇറക്കൂ. അതെ, നിന്റെ നായരോട് പോയി പറഞ്ഞാ മതി. എന്നാ പിന്നെ നായര് പോയി കാർ ഇറക്കൂ. വെഴ്സറ്റൈൽ എന്ന് പറഞ്ഞാൽ പോരാ, ഇമ്മൻസ്ലി ആൻഡ് അൺഇമിറ്റേറ്റബിളി വെഴ്സറ്റൈൽ. സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോ ക്വിറ്റ് ഇന്ത്യ സ്ട്രഗിളിൽ പങ്കെടുത്തു. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരന്തര സമരം, ഒളിജീവിതം. പാർട്ടി പിളർന്നപ്പോ സജീവ രാഷ്ട്രീയം മതിയാക്കി പത്രപ്രവർത്തന രംഗത്തെ ഫയർ ബ്രാൻഡ്. ഞങ്ങളുടെയൊക്കെ വിദ്യാർത്ഥി ജീവിതകാലത്തെ ആവേശമായിരുന്നു സിദ്ധാർത്ഥ മേനോൻ സാറിന്റെ കോളംസ്. എന്തൊരു ഭാഷ! മുത്തച്ഛന്റെ ചെറുമകൾക്കും ആ ഗുണമൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? കുട്ടിയുടെ ഗൈഡ് ഹെൻറി ഇമ്മാനുവൽ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ ഒന്ന് കാണൂ.
താങ്ക് യു സർ. താങ്ക് യു സർ. ഇന്ദുലക്ഷ്മി, ഗവേഷണ വിഷയം കേരളത്തിലെ പെരുകുന്ന ആത്മഹത്യകൾ, നിദാനങ്ങളും പ്രതിവിധികളും. അതെ സർ. ഇപ്പോ ഗവേഷണം എന്നൊക്കെ പറയുന്നത് ഒരു വകയാണ്, ഒരു ടൈം പാസ്. പെൺകുട്ടികൾക്ക് കല്യാണം കഴിയുന്നതുവരെ കഴിഞ്ഞുകൂടാൻ ഒരു താവളം, ആൺകുട്ടികൾക്ക് സ്ഥിരവരുമാനം കിട്ടുന്നവരെ ഒരിടത്താവളം. ടൈം പാസ് അല്ല എനിക്ക് ഗവേഷണം. വെൽ, ഇത് ലക്ഷ്മിയുടെ സബ്ജക്ട് ചലഞ്ചിങ് ആണ്, പക്ഷേ റിസ്ക് ഉണ്ട്. കാരണം സപ്പോർട്ടിംഗ് റെഫറൻസ് ബുക്ക് മാത്രം പോരാ ഈ റിസർച്ചിന്. നിഗമനങ്ങൾ തെളിയിക്കാനുള്ള എവിഡൻസസ് കോട്ട് ചെയ്യേണ്ടി വരും. ആത്മഹത്യകൾക്കൊന്നും കേസ് ഡയറി ഉണ്ടാവില്ല. The reasons we have to probe. I shall try, sir. Then okay. നാളെ വരൂ and try to prepare a synopsis conceiving your ideas on the subject. Okay, sir. താങ്ക് യു സർ. Thank you. ശരിക്കും ഒരു ഇരട്ടവാളിനെ പോലുണ്ട് നിന്റെ കയ്യിൽ. ഐ എം വണ്ടറിംഗ് ഹൗ യു ഗോയിങ് ടു ടോളറേറ്റ് ഹിം. ഒരു തർക്കത്തിന് എന്തായാലും ഇപ്പം ഞാനില്ല. എന്നെ ഹോസ്റ്റലിലായിട്ട് IAS രാജകുമാരൻ പോയിക്കോളൂ. അല്ല എന്തു, നിനക്ക് എന്റെ ക്വാർട്ടേഴ്സിൽ തന്നെ തന്നിട്ടൂടെ? വേണ്ട, അമ്മയെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ബുദ്ധിമുട്ടുണ്ടെന്നേ. അതെന്താടി, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? അത്തരം പേടിയൊന്നുമില്ല. ഏത് രാവണും ഇന്ദുലക്ഷ്മി തൊടാനൊന്നും കൊള്ളും. ഐ എം ഗെറ്റിംഗ് UGC സ്കോളർഷിപ്പ്. അതുകൊണ്ട് ഹോസ്റ്റലിൽ ഞാനൊരു മുറി എടുത്തോളാം. അപ്പൊ പഠനത്തിന് കുറച്ചുകൂടി ഒരു മൂഡ് കിട്ടും. മരിച്ചുപോയ രണ്ട് അമ്മൂമ്മമാരുടെ പേര് കൂട്ടിച്ചേർത്തിട്ടിരിക്കുന്നോണ്ട് നിനക്ക് അമ്മൂമ്മമാരുടെ സ്വഭാവം തന്നെ. അനുപേട്ട, മുത്തച്ഛൻ അനുപേട്ടനായിരിക്കും വിളിക്കുക. അപ്പൊ ഈ ഹോസ്റ്റലിലെ നമ്പർ ഒന്ന് കൊടുത്തേക്കണേ. 2466 ഇതിനി മുത്തശ്ശനല്ലല്ലോ, ഞാനല്ലേ മനപ്പാടമാക്കേണ്ടത്. സ്ക്രിബിൾഡ് ഇൻ മൈ ഹാർട്ട്. പോ വൈസ് റാസ്കൽ. ബുദ്ധിയുള്ള തെമ്മാടി. കൊള്ളാം. അല്ല അനുപേട്ട, എനിക്കൊരു ഐഡിയ. പെട്ടെന്ന് സമയമായി. എന്റെ ഗവേഷണം ഇന്ന് തന്നെ അങ്ങ് തുടങ്ങിയാലോ? പിന്നെന്താ, നീ ജോയിൻ ചെയ്ത് ഇന്ന് തന്നെയല്ലേ? ഇന്നത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് കാരണമായ ആ മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ നിന്ന് തുടങ്ങിയാലോ? ക്വൈറ്റ് സെൻസിബിൾ. എനിക്ക് ആ കുട്ടിയുടെ വീട്ടിലൊന്ന് പോകേണ്ടി വരും. ഞായറാഴ്ച ആണെങ്കിൽ ഞാനും ഒപ്പം വരാം. വേണ്ട, അനുപേട്ട വരണ്ട, ഞാൻ പോയിക്കോളാം. ഓക്കെ, ബൈ. ബൈ. ഒരാത്മഹത്യയുടെയും കാരണങ്ങൾ വ്യക്തിപരമൊന്നും ലഘൂകരിക്കാനാവില്ല. സാമൂഹികവും സാംസ്കാരികവുമായ നിരവധി കാരണങ്ങളുണ്ട് ഓരോ ആത്മഹത്യക്ക് പിന്നിലും. കുറച്ച് പോയാൽ മതിയല്ലോ. ഇതുവഴി നേരെ നടന്നാ മതി. ഇത് ചെന്ന് നിൽക്കുന്നിടം തന്നെ കുളത്തിന്റെ കരയില. ദാ. ആരാ? ഞാൻ. എന്താ? ഞാൻ അനാമികയെ പറ്റി അറിയാൻ വന്നതാ. എന്തറിയാനാ? എല്ലും കണ്ട ബാക്കിയുണ്ടോന്ന് അറിയാനോ? അടുപ്പും കല്ല് ഇടിച്ചു താഴ്ത്തി അപ്പൂപ്പന്റെ ഒപ്പം കുഴിച്ചു മൂടി പോരെ? അമ്മൂമ്മേ, ഇനിയും കാലം കോഴി കൂവണത് എപ്പോഴാണെന്ന് കാതോർത്തിരിക്കുക. കണ്ണു കുരടിച്ച് കാല് തളർന്നൊരു കിഴവിയും എട്ടും പൊട്ടും തിരിയാതെ മാടിന്റെ പേഴ് ജന്മമെടുത്തൊരു ചെക്കനും. പോ വാടാ.
മൈ ഗോഡ്. സോറി. വേണ്ട. നീ ഒരു മണ്ടിയാ, എ സെൻസിബിൾ ഫൂൾ. ബി പ്രാക്ടിക്കൽ. നിന്റെ വിഷയത്തെക്കുറിച്ച് കിട്ടാവുന്ന എല്ലാ പുസ്തകങ്ങളും ഞാൻ എത്തിക്കാം. റെഫർ ദാറ്റ് ആൻഡ് സബ്മിറ്റ് ആൻ അക്കാഡമിക് തീസിസ്. ഡോക്ടർ ഇന്ദുലക്ഷ്മിയെ കല്യാണം കഴിക്കാൻ എനിക്ക് ധൃതിയായേ. പുസ്തകങ്ങളിലെ കൊട്ടേഷനുകൾ ശേഖരിച്ചു വെക്കുന്ന നല്ല ഗവേഷണം. എന്റെ വിഷയം സോഷ്യോളജിയാണ്, സമൂഹത്തിന്റെ ശാസ്ത്രം. സമൂഹത്തിന്റെ എലമെന്റ് വ്യക്തിയാണ്. ഒരു വ്യക്തി സ്വയം സമൂഹത്തെ നിരാകരിക്കുന്നുവെങ്കിൽ അത് ആ വ്യക്തിയുടെ മാത്രം കുഴപ്പമായി എനിക്ക് കാണാൻ കഴിയില്ല. അനാമികയോട് സമൂഹം എന്ത് നീതി ചെയ്തു എന്ന് എനിക്കറിയണം. അറിയാതെ ഞാൻ പിന്മാറില്ല. പിന്മാറരുത്. നിന്റേതാണ് ശരിയായ വഴി. ധൈര്യപൂർവ്വം മുന്നോട്ട് പോകും. ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തീസിസ് ആയിരിക്കണം സിദ്ധാർത്ഥ മേനോന്റെ കൊച്ചുമോളുടേത്. അച്ഛന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പിള്ളേരുടെ മനസ്സിൽ കയറ്റിവെച്ചു കൊടുക്കുന്നത്. ആവശ്യമില്ലാത്തത് പിന്നെ അല്ലാതെ ഒരു ഡോക്ടറേറ്റും കൂടി ഒപ്പിച്ച് ഏതെങ്കിലും കോളേജ് കയറിപ്പറ്റാൻ നോക്കാതെ പ്രൊബേഷൻ തീർന്ന ഉടനെ കല്യാണം വേണമെന്ന് അവന്. എന്റെ തീസസ് കഴിഞ്ഞു മതി അപ്പിച്ചി കല്യാണം. അപ്പോഴേക്കും രണ്ടുപേർക്കും മൂക്കിൽ പല്ല് ഉരുക്കും. മുത്തച്ഛനെ കാത്തിരുന്ന നേരെ ഇനിയും വൈകും. ഇന്ന് തന്നെ നിനക്ക് ഹോസ്റ്റലിലേക്ക് പോണോ? നാളെ കാലത്ത് അനാമികയുടെ വീട്ടിൽ ഒന്നുകൂടെ ചെല്ലണം. അനൂപും ഞാനും പറഞ്ഞത് ഇതുവരെ നിന്റെ തലയിലോട്ട് കയറിയില്ലേ? വെറുതെ അലഞ്ഞു നടന്ന് വല്ല ദണ്ണം ഉണ്ടാക്കി വെക്കണ്ട. മുത്തച്ഛൻ ഇപ്പൊ വന്നത് നന്നായി. ഞാൻ ഇറങ്ങാൻ പോവായിരുന്നു. ഇതാണ് ആനന്ദന്റെ കൊച്ചുമോള് ഇന്ദുലക്ഷ്മി. ഫയർ ബ്രാൻഡാ. ഫയറിൽ നിന്ന് ഫയർ ബ്രാൻഡ് അല്ലേ ഉണ്ടാവും. ആ, ഇത് അനന്തകൃഷ്ണൻ, ന്യൂ ടിവിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ഹലോ. മോളിപ്പോ പോണ്ട. അനൂപ് വന്നിട്ട് ഹോസ്റ്റലിൽ കൊണ്ടാക്കും. നിനക്ക് കൂടി ഗുണമുള്ള ഒരു കാര്യമുണ്ട്. വാ. ഒരു ഹെസിറ്റേഷനും വേണ്ട. റിസർച്ചിന് ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് യു കൻ ഏൺ സം ഗുഡ് മണി ഓൾസോ. അതെ മോളെ, എ ന്യൂസ് പ്രോഗ്രാം നിന്റെ റിസർച്ചുമായി ബന്ധപ്പെട്ടത്. മുത്തശ്ശൻ ശുപാർശ ചെയ്തുകൊണ്ട് കിട്ടിയതാണ് കരുതണ്ട. വലിയ അഭിമാനിയാണ്. ആനന്ദൻ എന്റെ ശിഷ്യനാണ്. ഇയാളോട് ഞാൻ നിന്നെപ്പറ്റി പറഞ്ഞപ്പോ ആനന്ദൻ ഇങ്ങോട്ട് വെച്ച സജഷനാ. തനിക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അയക്കോ. ന്യൂസ് സെൻസ് ഉള്ള ടാലന്റഡ് യങ്സ്റ്റേഴ്സ് വളരെ കുറവായി ഇപ്പോൾ ചാനലുകളിൽ. ആൻഡ് യുവർ സബ്ജക്ട് റിയലി ഗുഡ്. ഒരു എമർജിംഗ് ടാലന്റിനെ ഞാൻ ഇന്ദുലക്ഷ്മിയിൽ കാണുന്നു. ഷൂട്ടിംഗ് ക്രൂ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്യാം. മെറ്റീരിയൽസ് ഇന്ദുലക്ഷ്മി തന്നെ കളക്ട് ചെയ്ത് കൊടുക്കണം. ശരി സർ. നീ എന്ത് പറയുന്നു? അമ്മായി എന്ന നിലയിൽ നീ സമ്മതിക്കാനാ ഇവള് കാത്തു നിൽക്കുന്നത്. നല്ല കാര്യമല്ലേ അച്ഛാ? എന്നാലും അനൂപിനോടൊന്ന് ചോദിക്കണ്ടേ? അവൻ എനിക്കറിയാം. He'll be thrilled. പ്രോഗ്രാമിൽ ഒരു പേര് കൂടി സജസ്റ്റ് ചെയ്യാൻ ഇന്ദുലക്ഷ്മിക്ക് കഴിയുമെങ്കിൽ നന്നായിരുന്നു. ആലോചിച്ച് പറഞ്ഞാൽ മതി. An appealing and attractive name. കനൽ കണ്ണാടി. ഗുഡ്. പ്രോഗ്രാം ചളവാക്കരുതേ. നിന്റെ ബുദ്ധിജീവി സ്റ്റൈല് കാണിച്ച് ഓവർ ആക്കരുത്. ഞാൻ സഹിക്കുന്നത് നാട്ടുകാരും കൂടെ സഹിക്കണം. എന്നാ ഞാൻ പ്രോഗ്രാം ചെയ്യുന്നില്ല. പിണങ്ങാതോ. ഭാവി വധു ഒരു സെലിബ്രിറ്റി ആയി തീരുന്നതിൽ ഈ പാവത്തിനൊരു അഭിമാനമൊക്കെ ഉണ്ടേ. റിയലി? യെസ് ഡാർലിംഗ്. പക്ഷെ ഒരൊറ്റ കാര്യത്തിലുള്ള വിഷമം. എന്താ? നീ ഒരു അൺറൊമാൻറ്റിക് അമ്മുമ്മയായി പോയത്. ഈ പെർമിഷൻ ഒക്കെ തരുമ്പോ വേറെ ഏതെങ്കിലും കാമുകയൊക്കെ ആണെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് 5-6 കിസ്സൊക്കെ തന്നെ ശ്വാസം മുട്ടിച്ചാൽ. സമയമായി. കയറി കയറി വണ്ടി. ദേവി മുത്തച്ഛിയുടെ വിരക്തിയും വെറുപ്പും എനിക്ക് മനസ്സിലാകും. സ്വപ്നങ്ങളെല്ലാം കളവ് പോയ ഒരു വൃദ്ധയുടെ മരവിപ്പ്. 3-ാം തവണ ചെന്നപ്പോഴാണ് മുത്താച്ചി എന്തെങ്കിലും മിണ്ടാൻ തയ്യാറായത്. നാളെ ചാനലിന്റെ ക്യാമറാമാനെയും ഒപ്പം കൂട്ടണം. എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ഒരു ദാരുണമായ ഒടുക്കത്തിന്റെ തുടക്കത്തെ പറ്റിയുള്ള അന്വേഷണം. അനാമിക, രാമൻ പാക്കനാരുടെയും ദേവി മുത്താച്ചിയുടെയും പേരക്കുട്ടി. ബാല്യത്തിൽ അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട അനാമികയ്ക്ക് ആലംബവും ആശ്രയവും മുത്തച്ഛനും മുത്തശ്ശിയുമായിരുന്നു. പാക്കനാരുടെ പതറുന്ന കൈകൾ പനമ്പും ചൂരലും കൊണ്ട് കുട്ടിയും വട്ടിയും നെയ്തപ്പോൾ അനാമിക സ്വപ്നങ്ങൾ നെയ്തു. ജീവിതത്തെ പറ്റിയുള്ള വലിയ വലിയ സ്വപ്നങ്ങൾ.
SSLCയും +2 ഉയർന്ന മാർക്കോടെയാണ് അവൾ പാസ്സായത്. നിങ്ങളുടെ കൽമേലെന്തോരടയാളം, പണ്ടു പണ്ടു വള വന്ന കാലത്ത് കാറ്റിലം പിട്ടൊരടയാളം. ഓ, ഇതെന്തൊരു മുതുകൂത്താണപ്പാ. കാലത്തെ ചടഞ്ഞിരുന്ന് പാടാനെ കൊണ്ട്. പാക്കലരായ പാർവതി ദേവിയെ ഇന്ന് ഞാൻ പ്രത്യേകിച്ചും പാടും. എന്റെ കൊച്ചുമോള് ഡാക്ടർ പരീക്ഷയ്ക്ക് പഠിക്കാതെ കൊണ്ടല്ലയോ പോണത്. ഈ താലൂക്കില് എന്റെ മോള് മാത്രമല്ലൂടി ആ പരീക്ഷ പാസ്സായത്, അതും 10ാം ക്ലാസ്സിൽ. ഈ രാമൻ പാക്കനാർ ഇന്നും ഇനി എന്നും പാടിക്കൊണ്ടേയിരിക്കും. പാക്കനാരെ പാക്കനാരെ നിങ്ങളുടെ മാവേലെന്തോരടയാളം, പണ്ടു പണ്ടു വള വന്ന കാലത്ത് മാർച്ചട്ടയിട്ടൊരടയാളം. അതെ, നമ്മള് കൂട്ടിയാ കൂടുന്നതാണോ ഇത്? പൊക്കാവുന്നതല്ലേ പൊക്കാൻ പറ്റൂ. പൊക്കോളാൻ്റെ മുമ്പേന്ന് മുടക്കി ന്യായവും പറഞ്ഞോണ്ട് അവിടെ ഒരു ഗുണമതിയാരം. ഇത് നല്ല കൂത്ത്. കിടന്ന് തുള്ളാനെ കൊണ്ട് ഞാൻ വല്ലോ പറഞ്ഞ പാക്കനാർക്കും പറ്റടി ഈ നല്ല കാലം. എന്റെ മോളൊന്ന് ഡാക്ടർ ആയിക്കോട്ടെ, നിന്റെ എന്റെ അസ്കരോടൊക്കെ തീർന്ന് നികന്നു വരും. ആ കൊച്ചുപാക്കരന്റെ മോഞ്ചക്കൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടൊക്കെ മ്ലാവി നടക്കുന്നുണ്ട്. എവളെ വലിയ കാര്യം അവന്. ഇപ്പൊ അവന് ജോലിയും കിട്ടി. വെള്ളത്തിന്റെ ആഫീസിലെ ശിപായി. അവന്റെ തള്ള ഇന്നാളും എന്നെ കണ്ടപ്പോ സൂചിപ്പിച്ചതാ, പെണ്ണിനെ പഠിപ്പിക്കണേലും നല്ലത് മംഗലം കഴിച്ചയക്കണല്ലേന്ന്. വെള്ളത്തിന്റെ ആഫീസിലെ ശിവായി. എടീ വലിയ വലിയ ഡാക്ടർമാര് ഈ രാമൻ പാക്കനാട് മുമ്പിൽ വന്ന് നിരന്ന് നിൽക്കും. പെണ്ണിനെ കരുവോന്ന് ചോദിച്ചോണ്ട്. അസകുശലേ പെണ്ണുണ്ടോ, ചെറുകോശാലും പെണ്ണുണ്ടോ? പെണ്ണില്ല, ചെറുകോശാലും പെണ്ണില്ല. എന്താ മുത്തശ്ശനും മുത്തശ്ശിയുടെ പാട്ടും കളി? ഞങ്ങൾക്ക് പാട്ടിനും കളിക്കുമൊക്കെ നീ മാത്രമല്ലൂടി ഉള്ളത്. അഡ്മിഷൻ കിട്ടി. ഡൊണേഷൻ വേണ്ടി വരില്ലെന്നാ പറഞ്ഞത്. എന്നാലും ഫീസ് കൊടുക്കേണ്ടി വരും. മോള് വിഷമിക്കണ്ട. മുത്താച്ചന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ മോളെ പഠിപ്പിക്കും. നിന്റെ മംഗലത്തിന് വേണ്ടി കണ്ട് കുറച്ച് തുക ഞാൻ സ്വരൂപിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഫീസൊക്കെ കൊടുക്കാൻ എടുക്കാം. പിന്നെ ബാങ്കിൽ നിന്നൊക്കെ ലോൺ കൊടുക്കുന്ന ആരാണ്ടൊക്കെ പറയണ കേട്ടു. അതും നമുക്ക് നോക്കാം. ചേച്ചി, എനിക്ക് വിശക്കുന്നു. മോന് ചേച്ചി മിഠായി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. വാ. ധനധാരാളിത്തത്തിന്റെ മായക്കാഴ്ചകൾക്കിടയിൽ ആലംബമില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കുട്ടിയുടെ പരിവേദകൾ ആരറിയാൻ? കുറേയൊക്കെ എനിക്ക് അറിയാമായിരുന്നു അവളുടെ ബുദ്ധിമുട്ടുകൾ. ക്ലാസ് കഴിഞ്ഞ് ഞങ്ങളൊക്കെ ക്യാൻറ്റീനിലേക്ക് പോകുമ്പോൾ അവൾ പിൻവലിഞ്ഞിരുന്നു. ഹോസ്റ്റൽ ഫീസ് പോലും അവൾ റെഗുലറായി അടച്ചിരുന്നില്ല. ധർമ്മശത്രു ഒന്നും അല്ലല്ലോ ഇത്. മോശത്തിന് നിങ്ങളെയൊക്കെ ഇവിടെ താമസിപ്പിക്കാൻ 2 മാസത്തെ ഫീസൊക്കെ ഡിലേ ആകാന്ന് വെച്ചാ മാനേജ്മെന്റിനോട് ഞാൻ എന്താ സമാധാനം പറയുക? മക്കളൊന്നും നിന്നേ. ഗ്രാമീണ സുന്ദരിയാണ്. പഠിക്കാൻ കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലോ മോള്. ഇവളെ ഒന്ന് ഉഷാറാക്കി എടുക്കേണ്ടി വരും. എന്താ പേര്? അനാമിക. ക്യാൻറ്റീനിലും മരച്ചൂട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ ഇവളെ. കൂടെ വരാൻ നീയാരെനിക്ക് കഴിഞ്ഞ ജന്മം കൈപിടിച്ച് മുറച്ചെറുക്കനോ കടപ്പാട്ടൂരമ്പലത്തിൽ കരക്കാരെ സാക്ഷിയാക്കി കഴുത്തിൽ മണിത്താലി കെട്ടിയ കടത്തലാടനോ കരളിനുള്ളിൽ പ്രണയമെന്ന കാലവർഷ പൊടി പൊടിക്കുന്ന ചിറകിനുള്ളിൽ ചേർന്നിരിക്കാം മഴ നനയാതെ
കടവഴിയിൽ കണ്ടുമുട്ടിയ മധുര മീനാക്ഷി നീ കടമിഴിയിൽ കവിത എഴുതും കണ്ണൂർ കാമാക്ഷി വഴി മറന്ന പിളഞ്ഞ കാന്താരി കഴിഞ്ഞ ജന്മം നമ്മളൊന്നായി